Hello everyone, welcome back to Macnon Summer Camp Day 6. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സിലെ പ്രജനറേറ്റീവ് എന്നുള്ള ടോപ്പിക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോംപ്റ്റ് തന്നെയാണ്. ഓക്കെ, പ്രോംപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ പ്രോംപ്റ്റ്? ഓക്കെ, ഈ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചാറ്റ് ബോട്ടിന് അല്ലെങ്കിൽ ഒരു ഓപ്പൺ ചാറ്റ് GPT അതുപോലെ ജെമിനിക്കൊക്കെ കൊടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് പ്രോംപ്റ്റ്. ഓക്കെ, അവരോട് എന്ത് ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാവണം, കറക്റ്റ് അതിൻ്റെ ഒരു ഇതിൽ കൊടുക്കുന്ന ഒരു ഇതാണ് പ്രോംപ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിന് മുന്നേ കാര്യം പറഞ്ഞുതരാം. എല്ലാവരും ഈ ക്ലാസ്സൊക്കെ നന്നായിട്ട് കാണേണ്ടി വിചാരിക്കണം, എല്ലാവർക്കും മനസ്സിലാവേണ്ടി വിചാരിക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ മനസ്സിലാവാത്ത ഏതെങ്കിലും ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങളത് DM ഒന്ന് ചോദിച്ചോളൂ. ഓക്കെ, നിങ്ങളൊരു മടി വേണ്ട, ചോദിച്ചാലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കുറേ കുട്ടികൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. കുറേ കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ട് മനസ്സിലാവാത്തുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് ചോദിച്ചോ, ഒരു മടിയും വേണ്ട. ഓക്കെ, പിന്നെ പറഞ്ഞാൽ സ്ഥിരമായിട്ട് ക്ലാസ് കണ്ട കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ലാസ്റ്റ് ചെറിയൊരു സമ്മാനം പോലെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ അനലൈസിസ് വെച്ച് നോക്കുമ്പോൾ കുറേ കുട്ടികൾ സ്ഥിരമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ട്, ചിലർ ഇടയ്ക്ക് കയറുന്നവരുണ്ട്, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് ഉണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കൊരു വാട്സപ്പിൽ ഒരു ഹായ് അയക്കണം, സർട്ടിഫിക്കറ്റ് വേണം പറഞ്ഞിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മെയിലിൽ എത്തിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം ഇതുവരെ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങളുടെ മെയിലിൽ എത്തുമെന്നാണ്. അപ്പോൾ എല്ലാവരുടെയും എത്തുണ്ടാവും. ഓക്കെ, അതവിടെ ഷാനിഫ് സാർ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ പ്രോംപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ഗൈഡ് AI. ഓക്കെ, ഒരു AIന്ന് ഒരു ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്താലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, ഈ ജനറേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മെയ്ക്ക് എ ഇമേജ് ഓഫ് എ റോബോട്ടിക് ആർം ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഇമേജ് റോബോട്ടിക് ആർമിൻ്റെ ഇമേജ് മെയ്ക്ക് എ ഇമേജ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ മെയ്ക്ക് ഒരു രസമല്ല എന്നല്ല, ഇതൊരു ഇത് വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് ബെറ്റർ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് കൊടുത്താലേ കറക്റ്റായിട്ട് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണ് ജനറേറ്റ് എ ഫ്യൂച്ചറിസ്റ്റിക് റോബോട്ട് ആം ഇൻ എ ലൈറ്റ് മോഡ് വിത്ത് കറക്റ്റ് ഡീറ്റെയിലിംഗ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അതിലെന്തൊക്കെ വന്നു? അതിൻ്റെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും വന്നു. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും വന്നു. അതേപോലെ അതിൻ്റെ ഒരു ഇത് ഞാൻ ഇപ്പോൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ടില്ലേ, ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടില്ലേ, ഭാവിയേതരമായ കാര്യം. ഓക്കെ, അങ്ങനത്തെ നല്ല പറയാം, അതിൻ്റെ മലയാളം കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്താൽ മെയ്ക്ക് എ ഇമേജ് ഓഫ് എ റോബോട്ടിക് ആം എന്ന് കൊടുക്കുന്നതിനെക്കാട്ടിലും ജനറേറ്റ് എ ഇമേജ് ഓഫ് ഫ്യൂച്ചറിസ്റ്റിക് റോബോട്ട് ആം ഇൻ ലൈറ്റ് മോഡ് പറഞ്ഞിട്ടുള്ള ഇതിൽ കൊടുത്താൽ ഒരു ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒക്കെ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ഇറങ്ങി കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്താലാണ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി, അതേപോലെ റോബോട്ടിക് ആം, ഇനി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാറ്. ഓക്കെ, അതൊക്കെയാണ് സബ്ജക്റ്റ് അല്ലേ. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റൈല് പറയുമ്പോൾ അതെങ്ങനെ റിയലിസ്റ്റിക് ആവണോ, കാർട്ടൂൺ പോലെയാണോ, ഇനിയിപ്പോൾ അഥവാ ഒരു നിയോൺ പിക്സൽ പോലെയാണോ, അങ്ങനെയൊക്കെ അതാണ് അതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്ന് പറഞ്ഞാൽ കളറ് അല്ലെങ്കിൽ ലൈറ്റിങ്, ഡാർക്ക് ലൈറ്റിങ് ആവണോ അതോ നല്ല ബ്രൈറ്റ് ലൈറ്റിങ് ആവണോ, അതൊക്കെയാണ് അതിൻ്റെ കളറിലും കാര്യങ്ങളും വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാവണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫോണ് ജനറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫോൺ ജനറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ടേബിളിൽ വെച്ചിട്ടുള്ള ഒരു ഇമേജ് ആവണം. ഇല്ലെങ്കിൽ ഒരു ഫോൺ ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കണം. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫോറസ്റ്റ് ആവണം, അല്ലെങ്കിൽ ഒരു വാളാവണം. ഓക്കെ, അതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും ഈ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഞാനൊരു ഫോണിൻ്റെ ഒരു ഉദാഹരണം പറയാം. ജനറേറ്റ് എ ഇമേജ് ഓഫ് ഫ്യൂച്ചറിസ്റ്റിക് ഫോൺ ഇൻ എ ഡാർക്ക് ലൈറ്റിംഗ്
പിന്നെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ ഇന്ന ടേബിൾ ഓക്കെ അങ്ങനെ കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് കറക്റ്റ് ആയിട്ടില്ല, ഓർഡർ ആക്കിയിട്ട് പറഞ്ഞ ഒരു അടിപൊളി പ്രോംപ്റ്റ് ആയി കിട്ടും. ഓക്കെ, പിന്നെ ഒരു നോർമൽ പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എ ഫോൺ, അത് വേണ്ട. ഓക്കെ, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ആണ്. ക്രിയേറ്റ് എ റിയലിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക് ഫോൺ ഇൻ എ വുഡൻ ടേബിൾ. ഓക്കെ, അങ്ങനെ മതി. അപ്പോൾ നമുക്ക് പ്രോംപ്റ്റിന്റെ കാര്യം ചെറിയൊരു ഇതുള്ളൂ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള പ്രോംപ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. എല്ലാതും അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ഒരു എഐക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞാൽ കൂടുതലും ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ആ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ. അപ്പോൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ കാര്യത്തിൽ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ ഉള്ള എഐസ് NLP നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രോംപ്റ്റും കാര്യങ്ങളും അടിപൊളിയാക്കി കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളി ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, അടിപൊളി ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തും. ഇനിയിപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ കാര്യമായിക്കോട്ടെ, എല്ലാം കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തും. ഒരു അടിപൊളി സാധനമാണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടുണ്ട്. ഓക്കെ, ജനറേറ്റഡ് ഇമേജ് ആണ്. അപ്പോൾ ഇതിൽ നല്ലൊരു തീമും റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം എന്ത് ചെയ്യും, അത് കൂടുതൽ ഓഡിയൻസിലേക്ക് പുഷ് ചെയ്യും. അപ്പോൾ അതാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിന്റെ ഒരു ഗുണം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അത്രയേ ഉള്ളൂ. ഇനി നാളത്തെ ക്ലാസ് നമ്മുടെ ഫൈനൽ ക്ലാസ് ആണ്. അപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് തരും. ഓക്കെ, ഈ പ്രൊജക്റ്റ് ഏറ്റവും നന്നായിട്ട് ചെയ്യണവർക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കും. ഓക്കെ, ആ ഒരു ഗിഫ്റ്റ് എന്താന്നൊക്കെ അവർ വഴി ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഷാസിം സൈനിങ് ഔട്ട്, ബൈ.